വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമിൻസ് ബ്ലോഗ് 444ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മളിന്നൊരു പൂവർ ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പൈസ ഇല്ലേ സാധനമാണ്. നമുക്കിനി തെണ്ടി ഏതെങ്കിലും ഒരു വണ്ടി വാങ്ങണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമ്മുടെ റോഡിൽ കൂടെ നടന്നു പോകുന്ന ഒരാൾ തന്നെയാണ് നമ്മൾ. ഒരു കൊട്ട വാങ്ങാനുള്ള പൈസ നമ്മുടെ ഇല്ല. ഇതിപ്പം ഈ ഒരു വീടെന്ന് പറയുമ്പോൾ നമുക്കൊരാൾ തന്നെയാണ് നമ്മുടെ ദാരിദ്ര്യം കണ്ടിട്ട്. അങ്ങനെ ഒരു വീട് കിട്ടി. ഓക്കെ, നാണ്ട് ഇങ്ങനെ നടന്ന് പോവാണ്. ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, കോട്ടി പോയിട്ട് എല്ലായിടത്തും ഒരു 2.5-3 രൂപ ചോദിക്കാം. ഓക്കെ ഓക്കെ, നമുക്കത് ഇയാളുടെ അടുത്ത് ചോദിക്കാം. ചേട്ടാ ഭക്ഷണം കഴിച്ചിട്ട് ഒരാഴ്ച ആയ ചേട്ടാ, എന്തേലും തരുമോ ചേട്ടാ? ഒന്ന് പോടണമെന്ന്, എനിക്ക് തരാമല്ലോ എനിക്ക് സമയം. അങ്ങനെ പറയില്ല ചേട്ടാ, എന്തേലുമൊക്കെ ചേട്ടാ, ഒന്ന് പോടണമെന്നില്ല എൻ്റെ ഒന്ന് അടി വാങ്ങുന്നി. ഓക്കെ, ആദ്യത്താണ് നമുക്കൊന്നും തന്നില്ല. ഓക്കെ, അവിടെ ഒരു കോട്ട് കറുത്ത് ചെയ്തിട്ടൊരു പുള്ളിക്കാരനുണ്ട്. എനിക്കിങ്ങനെ ഓടി പോകാനാണ് ഏറ്റവും പാട്. ഓക്കെ ചേട്ടാ എന്തേലും, ഞാൻ ഒരാഴ്ചയായി ചേട്ടാ ഭക്ഷണം കഴിച്ചിട്ട്, എന്തേലും ഒന്ന് ചേട്ടാ. അവിടെ ഞാൻ നിനക്ക് 5000 രൂപ ഒരാട് ഈ ഒരു പുള്ളി നമുക്ക് 5000 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടയ്ക്കൊരു ബഗ് എന്നായിരുന്നു നമ്മുടെ. ഓക്കെ, നമുക്ക് ക്യാഷ് തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ പോയി ഒരു സൈക്കിൾ വാങ്ങണം. ഓക്കെ ഓക്കെ, നമ്മുടെ 5000 രൂപ ഉള്ളൂ. 2500 രൂപയുടെ ഒരു ലോക്കൽ സൈക്കിൾ വാങ്ങാം. ചേട്ടാ അവിടം വരെ കൊണ്ടുവിടും കേട്ടോ, ഇത് ടാക്സി ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു വണ്ടി കയറാം. ഓക്കെ ഓക്കെ, നമുക്ക് നേരെയൊരു വണ്ടിക്കകത്ത്. ഓക്കെ, നമ്മൾ നേരെ ഇതെന്താണ് ഇയാളെന്താണ് ഇവിടെ ഓക്കെ, ഇത് മാജിക്കൽ മനുഷ്യനാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. നമുക്ക് മനസ്സിലായി കാണുന്നുണ്ട് അതൊക്കെ. ഓക്കെ, നമ്മൾ ടാക്സി ഓടിച്ച്, നമ്മളല്ല പുള്ളിക്കാരൻ ടാക്സി ഓടിക്കുകയാണ്. എടീ ഇതെന്താടി കാണിക്കുന്നത്? പടച്ചവനേ പണിവാളി. ഡോറാണോ അത്? അല്ല, വണ്ടിക്കകത്തും എന്തോ ഓടിപ്പോയതാണ്. ഓക്കെ, ഇതെന്താണ് ഇവിടെ ഡീസൽ അടിക്കാൻ നിർത്തിയതാണോ? ഓക്കെ, ഡീസലൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈക്കിൾ. ഓക്കെ, നമുക്ക് ചോദിക്കുക അങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഓക്കെ, ഇയാൾ സൈക്കിൾ ഷോപ്പിലോട്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ 3 വണ്ടി വാങ്ങാൻ കേട്ടോ. ഓക്കെ, നമ്മൾ നേരെ നമ്മുടെ വണ്ടി ഇടിച്ച്. നമ്മുടെ വണ്ടിയല്ല, അല്ലേ കാണായിരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു വണ്ടി പോലും എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ നേരെ സൈക്കിൾ ഷോപ്പും കാര്യങ്ങളൊക്കെ എത്താറായിട്ടുണ്ട്. കുറച്ച് കറങ്ങിയേക്കാൻ പറഞ്ഞു നമ്മൾ. അത്യാവശ്യം ക്യാഷുകളൊക്കെ ഉണ്ട്, 2500 രൂപ ഉണ്ട് സൈക്കിൾ മേടിക്കാതെ തന്നെ. ഓക്കെ, സൈക്കിളോടെ എത്തിയിട്ടുണ്ട്. എന്താണിത്? സൈക്കിൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, കുറേ സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഒരു ലേറ്റ് എത്തുന്ന സൈക്കിൾ കേസ്. ഇത് നമുക്ക് ഇവിടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് വിളിക്കാം. ലേറ്റ് എത്തുന്ന ഇതിനെത്ര. പിന്നെ നമുക്കൊരു ഫോണുണ്ട്, കളഞ്ഞു കിട്ടിയതാണ്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിക്കണം. എന്നിട്ട് ഓക്കെ, നമ്മൾ വിളിച്ചിട്ടുണ്ട് ഇയാളെ. അപ്പോൾ ഇയാൾ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൈക്കിളിന് 1 കോടി രൂപയാണ്. അപ്പോൾ നമ്മൾ എല്ലാ സൈക്കിളിനും വില വെച്ച് പറഞ്ഞാൽ ഒരു മഞ്ഞയും ഗ്രീൻ ഷെയ്ഡുള്ളത് അതിന് 2000 രൂപ ഉള്ളതെന്ന്. നമ്മളപ്പോൾ ഇവിടെ എന്താ അയാൾക്ക് നമ്മൾ 2500 രൂപ അവിടെ വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, 2500 രൂപയും കൊടുത്ത് നമ്മളൊരു സൈക്കിൾ വാങ്ങിയിട്ടുണ്ട്. 2500 അല്ല 2000. ഓക്കെ, നമ്മൾ നേരെ നമ്മുടെ സൈക്കിൾ ഓടിച്ചുകൊണ്ട് നമ്മൾ വരികയാണ്. എങ്ങോട്ടാണ്? നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഈ ഒരു ഫോൺ കളഞ്ഞിട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, നമ്മളിത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താറായിട്ടുണ്ട്. നമ്മളുടെ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. പറഞ്ഞിട്ട് പോയാൽ നമുക്ക് ഈ ഫോൺ തിരിച്ചെടുക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. പക്ഷേ കൊടുത്തേക്കാം. ഓക്കെ, സാർ അകത്തോട്ട് കയറിക്കോട്ടെ. ഓക്കെ, കയറിക്കോളാനോ? ഓക്കെ, കയറിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് റിസപ്ഷൻ അല്ലേ? സോറി, നമ്മളൊരു ഫോണാണെങ്കിൽ എനിക്കുണ്ടല്ലോ സോറി, എനിക്കൊരു ഫോൺ കളഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വീണ്ടും സോറി. ഓക്കെ സോറി, അതെ ഫോൺ കളഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ വെച്ചാൽ മതിയോ? അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഇവിടെ ഫസ്റ്റ് നീ ബെഞ്ചിൻ്റെ ഉള്ളിൽ ഉറങ്ങും. ഫോൺ ഇവിടെ തന്നിട്ട് വെക്കോ.
ഓക്കെ നമ്മളിത് അങ്ങനെ ഫോണൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ ഭയങ്കര മുറയാണ് കേട്ടോ, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ നമ്മൾ പുവർ ടു റിച്ച് വീഡിയോ ആണിന്ന്, നമ്മളിന്ന് റിച്ച് ആവും. ഓക്കെ നമുക്ക് ഏതെങ്കിലും കടയിൽ വല്ലതും ജോലി കിട്ടുമെന്ന് നോക്കാം. ഫുള്ള് ചുട്ടിയിട്ട് ഓക്കെ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഒരു വലിയൊരു എന്ന് വെച്ചാൽ അത്രയും വലിയ കമ്പനിയാണിത്. ഓക്കെ നമുക്കിത് ഇതിൻ്റെ അകത്ത് കയറിയിട്ടെല്ലാം ഒന്ന് ചോദിച്ച് അറിഞ്ഞിട്ട് വരാം. ഓക്കെ നമ്മളിതെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ലാപ്ടോപ്പ്, അങ്ങനത്തെ ഫോൺസ്, ഇലക്ട്രിക് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നൊരു കടയാണ്. അപ്പം നമ്മളിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ഏകദേശം 1,00,000 രൂപയാണ് നമ്മുടെ സാലറി എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം. അപ്പോൾ ഒറ്റ ദിവസം നമ്മൾ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം ഇന്ന് ആളില്ലാതിരിക്കുമായിരുന്നു. ഓക്കെ നമുക്കിത് എല്ലാ സാധനങ്ങളും നമ്മളിത് എല്ലാ സാധനവും മേടിച്ചിട്ടുണ്ട്. ഒരു ബാഗിലിട്ടാണ് നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ നമ്മൾ നേരെ ആണെങ്കിൽ നമുക്കിത് പോവാം. ഓക്കെ എനിക്ക് ഇപ്പോൾ പറ്റി പടമായന. ഓക്കെ ഫസ്റ്റ് തന്നെ നമ്മുടെ എയർപോർട്ടിൽ ഒരു ബിൽഡിങ്ങിന് മുകളിൽ സേഫായിട്ട് കൊണ്ട് വെക്കണം. ഓക്കെ 3 എണ്ണമാണ് അല്ലേ വേണ്ടത്, അത് നമ്മൾ ബാഗോട് കൂടി വെച്ചേക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റത്തെ ലൊക്കേഷനിൽ ഫസ്റ്റ് ഒരു വീടാണ്. ഓക്കെ നമ്മൾ നേരെ ആ വീട്ടിലേക്കാണ് കത്തിച്ചിരുന്നത്. ഒരു റാമുണ്ട്, ഈസി നല്ല രസമാണ് ചാടിക്കാൻ. ഓക്കെ നമ്മൾ നേരെ നമ്മുടെ വണ്ടി ചാടിച്ച് ഓക്കെ ഫസ്റ്റ് വീടെന്ന് പറയും. ഇത് അത്യാവശ്യം നല്ല വലിയൊരു വീടാണ്, കമ്പനി പോലെ ഉണ്ട് കണ്ടിട്ട്. നമ്മളിപ്പോൾ കമ്പനി പോലെ. ഓക്കെ നമുക്കിത് ഇവിടെ മറ്റേ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുക്കാം. ഓക്കെ നമ്മൾ ലാപ്ടോപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ നമുക്ക് ക്യാഷ് തന്നിട്ടുണ്ട്. ഏകദേശം എത്രയാണ്, 50,000 രൂപയാണ് തന്നേക്കുന്നത്. ബാക്കി 2 സ്ഥലത്തും കുറവാണ്. ഇത് ഒരു ലാപ്ടോപ്പ് അല്ല, മറ്റേ ഇതായിരുന്നു, കമ്പ്യൂട്ടറായിരുന്നു. കമ്പ്യൂട്ടറല്ല, അവൻ്റെ പേരെന്താ, ഫോണായിരുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ രണ്ടും കൊടുക്കുന്ന ലാപ്ടോപ്പാണ്. ഈ ഒരു ഫോൺ ഭയങ്കര വിലയാണ്, 50,000 രൂപയുള്ളൊരു പുത്തനൊരു ഫോണാണ്. നമുക്കും മേടിക്കണം ഈ ഫോണൊക്കെ. ഓക്കെ രണ്ടാമത്തെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എയർപോർട്ടിലോട്ട് ഇങ്ങനെ വന്ന് നടക്കുകയാണ്. രണ്ടാമത്തെ ലൊക്കേഷൻ എന്ന് പറയുമ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു വീടുണ്ട്, അവിടെയാണ് രണ്ടാമത്തെ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമ്മൾ സൈക്കിൾ ഓടിച്ച് നേരെ ആ വീട്ടിലേക്ക് വന്നേക്കാണ്. ഈ ഒരു വീടാണ് പറഞ്ഞത്. ഈ ഒരു വീട്ടിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൊടുത്തിട്ട് നമുക്ക് അടുത്ത എയർപോർട്ടിലോട്ട് പോയിട്ട് ഈ ഒരു വീട്ടിൽ നിന്ന് എത്ര കിട്ടും? ഓക്കെ 2,500 ആയിരിക്കും. ഓക്കെ നമുക്കത് കൊടുക്കാം ഗൈസ്. ഓക്കെ നമ്മൾ പറഞ്ഞ തന്നെ 25,000 അല്ല 25,000 രൂപ കിട്ടിയിട്ടുണ്ട്. 2,500 25,000. പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് 25,000 രൂപ കിട്ടും, നമുക്ക് 1,00,000 രൂപ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോഴേ ആലോചിച്ച് തുടങ്ങാം എന്ത് ചെയ്യും അതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? എങ്കിലും ഞാൻ പറയുകയാണ്, അതുകൊണ്ട് നമുക്കൊരു ടാക്സി വാങ്ങാം. ടാക്സി നമ്മളിപ്പോൾ പോയില്ലേ, അപ്പോൾ അത്യാവശ്യം നല്ല പൈസയും കിട്ടും. ഓക്കെ നമ്മളിതേ 3ാമത്തെ ലൊക്കേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ സീൻ ഇല്ല, ഇതൊരു പാർക്കാണ്. ഇവിടെയൊക്കെ വണ്ടി കിട്ടി നമ്മളെ പോലീസ് നമ്മളെ പണിയാക്കും. ഓക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ നേരെ ഇനി എയർപോർട്ടിലൊരു ബിൽഡിംഗ് ആണ്, അതിൻ്റെ വേണ്ടി നമ്മളെ ബാഗോട് കൂടിയ ഒരു ലാപ്ടോപ്പ് ഡെലിവറി ചെയ്യണം. അവിടെ നിന്ന് അപ്പം അവിടെ പൈസ ഇരിപ്പുണ്ടായിരിക്കും, അവിടെ ഒരു ബാഗിലാക്കി. ഓക്കെ നമ്മളിത് എയർപോർട്ടിൻ്റെ ബിൽഡിംഗ് ഏതാണ്? ഓക്കെ സ്റ്റെപ്പൊക്കെ ഉള്ള ബിൽഡിംഗ് എന്നാണ് പറഞ്ഞത്. വണ്ടി കുടുങ്ങി. സ്റ്റെപ്പ് നമുക്ക് ഈ ഒരു സൈക്കിളും വെച്ച് കയറാം. ഓക്കെ സ്റ്റെപ്പ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതോ നടന്ന് കയറണോ? ഒരു പൊട്ടിയല്ല എന്ത് ചെയ്യുന്നു. നമ്മൾ സൈക്കിളും കൂടെ കയറ്റുന്നുണ്ട്, ചവിട്ടി നല്ല പാടാണ്. ഓക്കെ എങ്ങനെയോ എത്തിയിട്ടുണ്ട്. അടുത്ത ഫ്ലോറുണ്ട്. ഓക്കെ നമ്മൾ
ചവിട്ടിക്കോ ആഞ്ഞി ഒട്ടിക്കോ. നമ്മൾ നേരെ ഈ ഒരു വീട്ടിൽ കയറുവാണ്. ഓക്കെ, കുഴപ്പമില്ല. എത്തിയിട്ടുണ്ട്. ഇത് ഇവിടെ വെച്ചേക്കാനാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എടുക്കാം ഒരു ബാഗിൽ നിന്ന്. ഓക്കെ, നമ്മൾ ഫോൺ നമ്മളെ മറ്റേ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തെന്ന് പറഞ്ഞ ഒരു ഫോൺ ഉണ്ടല്ലോ, അത് നമ്മൾ സത്യം പറഞ്ഞാണ്ടല്ലോ. ഓക്കെ, നമ്മളത് കൊടുത്തില്ല. ഫോൺ അവിടെ കളഞ്ഞിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത് എന്തിനാ നമ്മൾ ഫോൺ കൊടുക്കണം, നമുക്കിപ്പോൾ ഒരു ഫോണുമായി. ഓക്കെ, ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയാൻ മറന്നായി. ഓക്കെ, നമ്മളിത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഷോറൂമിലേക്ക് കയറിയിട്ടുണ്ട്. അത്ര അവിടെ ഒരു സ്കിപ്പ് ചെയ്തു. ഓക്കെ, ഇവിടെ 2. ഓക്കെ, ബാക്കി ഫുള്ള് മുകളിലായിരിക്കും. ഇവിടെ ഇതുപോലെ നമ്പർ എഴുതി വെച്ച് കാണിട്ട് ഇവിടുത്തെ കളിയിലൊന്നും ആളില്ലേ, ഒരു പിടിയില്ല എന്താന്ന്. നമുക്കത് മുകളിലേക്ക് കയറി പോവാം. ഓക്കെ, മുകളിൽ വണ്ടി ഇല്ലല്ലോ. ഇവിടെ നമ്പർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വിളിക്കാം. ഓക്കെ, 8967065321. ഓക്കെ, നമ്മളിത് വിളിച്ചിട്ടുണ്ട്. കേസ് നമ്മൾ വിളിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം സ്റ്റോക്ക് തീർന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഓട്ടോയ്ക്കെന്ന് പറയുമ്പോൾ 90,000 രൂപ എന്നാണ് പറഞ്ഞത്. പക്ഷേ 1 ലക്ഷം അല്ല, കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ നേരെ നമുക്കിത് ഇവിടെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് നേരെ ഗൂഗിൾ പേ ചെയ്യാം. ഓക്കെ, നമ്മൾ ഗൂഗിൾ പേ ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു. എത്ര രൂപയാണ് ഗൂഗിൾ പേ ചെയ്യേണ്ടത്, എത്ര രൂപയാണ്? ഓക്കെ, നമ്മുടെ 90,000. ഓക്കെ, നമ്മൾ 90,000 രൂപ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ നേരെ ഒരു ഓട്ടോ എടുക്കുകയാണ്. ബാക്കി ഫുള്ള് സ്റ്റോക്ക് കയറുന്നു. കുറേ ടാക്സിയൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ ബെറ്റർ ടാക്സി ആയിരുന്നെങ്കിലും ഓട്ടോ ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഓട്ടോ മതി. നമ്മളൊരു 1 ലക്ഷം രൂപ നേരത്തെ 1 ലക്ഷം രൂപ നേരത്തെ നമ്മൾ മുൻകൂട്ടി ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊരു കൺസ്ട്രക്ഷൻ സൈറ്റാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ സൈക്കിൾ എന്ത് ചെയ്യും? സൈക്കിൾ നമുക്ക് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് പിന്നെ ഒന്ന് എടുക്കാമെന്ന് പറയാം. ഓക്കെ, നമ്മൾ നേരെ നമ്മുടെ സൈക്കിൾ എടുത്തിട്ട് ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് പിന്നെ വല്ലതും വിളിക്കാം. നമ്മുടെ നമ്പർ ഉണ്ടല്ലോ, കുഴപ്പമില്ല. എന്തായാലും ഈ സൈക്കിളിൽ നമ്മൾ മാറ്റി തന്നില്ല. നമ്മുടെ ഫസ്റ്റ് ഇതല്ലേ, ഇപ്പം എന്തായാലും എടുക്കുന്നൊന്നുമില്ല. ഫസ്റ്റ് വെഹിക്കിളിനെ എങ്ങനെ മറക്കും? ഓക്കെ, നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ടാക്സി പോകുന്നു. ഓക്കെ, ചേച്ചിക്ക് അങ്ങോട്ടാണ് ചേച്ചി പോകേണ്ടത്. പ്ലീസ്, നമ്മളിത് ആ ചേച്ചീനെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വന്ന് ഇടിച്ചാണ് ജസ്റ്റ് മിസ്. ഓക്കെ, ആ ചേച്ചിയാണെങ്കിൽ നമുക്ക് നേരെ പോവാട്ടോ. ഇപ്പോൾ വണ്ടി ഇടിച്ചാണ്. ഓക്കെ, ചേച്ചിക്ക് ഇവിടെ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവിങ് കണ്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, കേസ് നമ്മൾ ആ ചേച്ചീനെ ഇവിടെ ഇറക്കിയും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്. ചേച്ചി ഓടി എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, നമ്മളിപ്പോൾ വാങ്ങിയെന്ന് പറയുമ്പോൾ 500 രൂപ. നമ്മളിപ്പം ഒരു 1 ലക്ഷം രൂപ. ആ 1 ലക്ഷം രൂപ നമ്മൾ തീർന്നല്ലോ. പക്ഷേ നമ്മളിപ്പോൾ 500 ഉണ്ട്. മാത്രമല്ല ഇവിടെ ആണെങ്കിൽ ഒരു ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കിവിടെ പോയി ഒരു ലോട്ടറി എടുക്കാം. 500 രൂപയ്ക്ക് 200 രൂപയാണ് ഒരു ലോട്ടറിക്ക്. ഓക്കെ, നമുക്കിത് ഇവിടെ ഈ ലോട്ടറി പിക്കാർ ലോട്ടറി എടുക്കും. നമ്മളിത് ലോട്ടറി ഒക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, 12004 നമ്പർ. ഓക്കെ, 1204 അപ്പോൾ നമുക്ക് നേരെ പോവാം. ലോട്ടറി അടിക്കുന്നതെന്ന് പറയുമ്പം ഈ ഒരു എന്താണ് ലോട്ടറി അടിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണിലാണ് വരുന്നത്. അല്ലെങ്കിൽ കുറേ സ്ഥലമൊക്കെ ഉണ്ട് ലോട്ടറി നമ്പറൊക്കെ അറിയുന്ന കുറേ TV ഒക്കെ ഉള്ളൊരു സ്ഥലം. പക്ഷേ നമ്മളിപ്പോൾ നമ്മുടെ ഫോണിലാണ് നോക്കുന്നത്. നമുക്ക് എൻ്റെ മോനെ അവിടെ ഓട്ടം പറഞ്ഞ് തന്നെ എണീറ്റ് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ നേരെ നമ്മുടെ മണ്ടേ കയറണമല്ലോ, വേണ്ട ഒരാവശ്യമില്ല. ഓക്കെ, നമുക്കിത് നോക്കാം എത്ര നമ്പർന്ന്. ഓക്കെ, നമ്പർ ഇത് കാണിച്ചിട്ട് എൻ്റെ മോൻ അമ്മക്കാണ് അടിച്ചത്. എടാ, ഞാൻ ചുമ്മാ വന്നെടുത്ത് നോക്കിയതാണ്.
നമുക്കാണ് അടിച്ചത്. ഓക്കെ നമ്മൾക്കിപ്പോൾ ഒരു ഫോൺ കോൾ വരും. ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ഫോൺ കോൾ. ഓക്കെ വന്നിട്ടുണ്ട്. ഓക്കെ എന്താണ് ചേട്ടാ? ഓക്കെ നിങ്ങൾക്കാണ് ലോട്ടറി അടിച്ചത്. ഓക്കെ നമ്മൾ ഫുൾ പറഞ്ഞിട്ടുണ്ടെന്നാലും എന്താണെന്ന് വെച്ചെങ്കിൽ അവിടെ ഒരു വലിയ റാമ്പ് ഉണ്ടല്ലോ, അതിൻ്റെ അടിയിൽ പൈസ ഇരിപ്പോൾ എടുത്തോളാണ്. ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 99 കോടിയാണ്. നമ്മൾ റിച്ചായിട്ടുണ്ട്. എൻ്റെ ലോട്ടറി എടുത്തിട്ട് റിച്ചാടേ. ഇനി നമുക്കൊരു വണ്ടി വാങ്ങിക്കണം, പുതിയ ഡ്രസ്സ് വാങ്ങിക്കണം, അങ്ങനെ കുറേ പരിപാടി നമുക്ക് എല്ലാം ഈ ബാഗിലോട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ നമ്മളെല്ലാം ആ ക്യാഷും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ബാഗിലോട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഞാൻ വളരെ സന്തോഷമാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ എയർപോർട്ടിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് മേടിച്ചിടാം ഗൈസ്. ഇതാണ് നമ്മുടെ എയർപോർട്ടിലെ ഇവിടെ നിൽക്കുന്നതാണ്. ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും. ചേച്ചി എനിക്ക് ഈ എയർപോർട്ടിൽ ഒരു പ്രൈവറ്റ് ജെറ്റ് വേണമായിരുന്നു, പൈസ കൊടുക്കാം. ഏകദേശം പൈസ എന്ന് പറയുമ്പോൾ 1 കോടി രൂപയാണ് ഒരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങുന്നതിന്. ഓക്കെ നമ്മൾ ഈ ഒരു ഇന്ത്യ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഡ്രസ്സ് കടയിൽ പോയിട്ട് നമ്മൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാം. ഓക്കെ നമ്മൾ നേരെ നമ്മുടെ ഡ്രസ്സൊക്കെ വാങ്ങാൻ പോവാണ്. ഓക്കെ ഗായ്സ് നമ്മൾ നേരെ നമുക്ക് ഈ ഡ്രസ്സ് കടയിലൊക്കെ പോയിട്ട് നമുക്ക് ഡോർ എവിടെയാണ്? ഡോറില്ലടേ വണ്ടി പുതിയതായിട്ട് അതെ ഡോർ ഇഷ്ടം പോലെ നമുക്കിതേ എന്തായാലും ഫുള്ളായിട്ട് ഒന്ന് സെറ്റാക്കാം. ഗൈസ് നമ്മളിതേ ഫുൾ ലുക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ തൊപ്പിയും വാങ്ങി തുടർന്ന്. ഓക്കെ നമ്മൾ തൊപ്പി വാങ്ങി. ഇനി അടുത്തായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഫുഡ് വാങ്ങണം. ഒത്തിരിയായി കഴിച്ചിട്ട്. ഓക്കെ നമ്മുടെ മറ്റേ ജോലിയിൽ നമ്മൾ എന്തായാലും ജോയിൻ ചെയ്തിട്ടുണ്ട്. മറ്റേത് 1 ലക്ഷം രൂപ ഒരു ദിവസം സാലറി കിട്ടുന്ന ആ ഒരു ഇതിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുള്ളായിട്ട് ഒരു റിച്ച് മാൻ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ഓട്ടമൊക്കെ മാറ്റണം. ഓട്ടമെല്ലാം ഇരിക്കട്ടെ, എപ്പോഴേലൊക്കെ ഓട്ടം പോകാമല്ലോ. വെറുതെ ഇരിക്കുമ്പം നമ്മുടെ സൈക്കിളടാ എൻ്റെ മോനെ. ഓക്കെ നമുക്കിതങ്ങ് വാങ്ങിയാലോ? ഇവിടെ നിന്ന് വിളിച്ചിട്ട് നമുക്ക് ചോദിക്കാം എത്ര രൂപ ഇതിന് ഫുള്ളായിട്ടെന്ന് പറയുമ്പോൾ ഒരു ഫോൺ നമ്മളിനി വാങ്ങട്ടല്ലോ. ഒരു ദിവസം എല്ലാം നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഇതിനെന്ന് പറയുമ്പോൾ ഏകദേശം 1 ലക്ഷം രൂപ മാത്രം, 1 ലക്ഷം പോയിട്ട് 10 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. ഓക്കെ അപ്പം ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്ന ഒരു വീട് വാങ്ങണം. അപ്പം ഇതും വാങ്ങിച്ചിട്ട് നമ്മൾ സൈക്കിൾ ഫുള്ളായിട്ടാണ് നമ്മൾ പറഞ്ഞത്. 1 ലക്ഷം രൂപ എക്സ്പെൻസീവ് സൈക്കിളൊക്കെ വെറുതെ ഇട്ട് പോവാണ്, കുഴപ്പമൊന്നുമില്ല. CCTV ആണ് ഫുള്ളും. ഓക്കെ അത് ഓർത്തോ. നമ്മളിപ്പോൾ റിച്ചായിട്ട് പോയ പോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടുത്തെ വീടങ്ങ് വാങ്ങിയാലോ? നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ സ്റ്റോറ്. നമുക്ക് നേരെ കയറി ഫുഡ് കഴിക്കാം. ഫസ്റ്റ് ഈ ഒരു ഓട്ടോയും കൊണ്ടാണ് നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് മേടിച്ചും നമുക്ക് ഫുൾ ടാങ്ക് തന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ നമുക്ക് ചോദിക്കാം. ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങി വരാം. കേസ് നമ്മളിത് 2-3 സാൻഡ്വിച്ചും ഒരാഴ്ചയിൽ കഴിച്ചിട്ട് 2-3 സാൻഡ്വിച്ച്, ഒരു ബിരിയാണി എല്ലാം കഴിച്ചിട്ടുണ്ട്. കുറേ ദിവസമാണ് നല്ല വിശപ്പുണ്ടായിരുന്നു. ഓക്കെ നമ്മൾ നേരെ നമ്മുടെ ഇനി നമ്മളടുത്തായിട്ട് ഈ ഒരു വീട് വാങ്ങാൻ പോവുകയാണ്. ഈ ഒരു വീട് ഫോർ സെയിലാണോ? അതേ പ്ലോട്ട് ഫോർ സെയിലാണ്. വീടിൻ്റെ അകത്തോട്ട് നമുക്ക് വണ്ടി കയറ്റാണ്ടോ? ഓക്കെ നമുക്കത് വിളിച്ച് ചോദിക്കാം എത്ര രൂപയാണ്. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ സംഭവങ്ങളൊക്കെ ബാക്കി. ഓക്കെ നമുക്ക് നേരെ വിളിച്ച് ചോദിക്കാം. ഫുള്ളായിട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഈ ഒരു വീടിനെന്ന് പറയുമ്പം ഏകദേശം 10 കോടി രൂപ ഉള്ളൂ. വേണോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഞാൻ പറയാമെന്നുണ്ട്. ഈ സ്വിമ്മിംഗ് പൂളൊക്കെ വെള്ളം നമ്മുടെ കാലിൽ നനയ്ക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ വല്ല വീടുണ്ടോ നോക്കാം. വേറെ വീട് കാണാനൊന്നും ഇരിക്കത്തില്ല. നമുക്കത് ഫുള്ളായിട്ടൊന്ന് നോക്കാം. അവിടെ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തൊരു നമ്മളൊരു വീട് പോലെ കണ്ടിട്ടുണ്ട്. വീടാണോ എനിക്ക് ഓർമ്മയില്ല. അത്യാവശ്യം ഒരു വലിയൊരു സംഭവമായിരുന്നു. അത് വീടാണോ അതോ ബിൽഡിംഗ് ആണോ എന്താ സംഭവം എനിക്കറിയത്തില്ല. നമ്മുടെ ഓട്ടോ കുടുങ്ങിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ നമ്മൾ നേരെ നമ്മുടെ ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾ ആ ഇത് കണ്ട സ്ഥലത്തേക്ക്.
ഓക്കെ, നമ്മൾ നേരെ നമ്മുടെ ആ ഒരു വീട് കണ്ട സ്ഥലത്തേക്ക് പോവാണ്. ഓക്കെ, ഇത് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ ഈ ഒരു വീട്. ഓക്കെ, ഇതെന്താണിത്? ഓക്കെ, നമ്മൾ വിളിക്കുന്നുണ്ട്. നമ്മൾ വിളിക്കുന്നുണ്ട്. നമുക്ക് വിളിച്ചു ചോദിക്കാം എന്താ ചെയ്യണം. നമുക്ക് വിളിച്ച് ചോദിക്കാം എന്തായാലും. ഇതെന്താണിത്? ഓക്കെ, ഒരു മിനിറ്റ്. നമ്മുടെ ആ ഒരു വീട് ബൈ ചെയ്തിട്ടുണ്ട്. വിളിച്ചെല്ലാം ചോദിച്ച സംഭവമൊക്കെ ചെയ്ത് കറക്റ്റ് ചെയ്ത് ആ ഒരു വീട് നമ്മൾ ബൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു വീടെന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, ഈ ഒരു കണ്ടെയ്നറൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു കണ്ടെയ്നറൊക്കെ നമുക്ക് കളയാൻ പറ്റുമായിരുന്നു. അതൊക്കെ അവർ ഇളക്കി അങ്ങനെയൊക്കെ കുറച്ച് തന്നിട്ടുണ്ട്. അപ്പം വേറൊരു സംഭവം ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ RG സ്റ്റൂൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ കളർ നമുക്ക് ഇഷ്ടമുള്ളാക്കാം. ഇപ്പം ഞാൻ ഹൗസ് കളർ RGB നാക്കിയ ഹൗസ് കളർ RGB ആവത്തില്ല, എല്ലാം സ്മോളാണ്. ഹൗസ് കളർ RGB അടിക്കുകയാണെങ്കിൽ ഹൗസ് കളർ RGB ആയില്ല. ഓക്കെ, സ്പെല്ലിങ് ആയിട്ടുണ്ടെന്നാണ്. ഹൗസ് കളർ RGB. ഓക്കെ, ഹൗസ് കളർ RGB ആക്കിയിട്ടുണ്ട് നമ്മളിത്. അങ്ങനെ നമ്മളങ്ങനെ ഹൗസ് കളർ RGB ആക്കിയിട്ടുണ്ട്. പിന്നെ ലുക്കാണല്ലേ. നമുക്ക് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് കണ്ടേ. ഇവിടെ ഒരു നല്ല മറ്റേത് കാല് കളിക്കുന്ന സ്വിമ്മിംഗ് പൂളാണെങ്കിൽ ഇവിടെ നമുക്ക് ഇറങ്ങി കുളിക്കുന്ന സ്വിമ്മിംഗ് പൂളാണ്. ഈ ഒരു ബാഗ് നിറച്ച് കാശാണ്. വാട്ടർ പ്രൂഫായിട്ട് കുഴപ്പമില്ല. നമ്മളിത് കുറേ ഡ്രസ്സൊക്കെ മേടിച്ച് എല്ലാം ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റിയിട്ടിട്ടുണ്ട്. ഈ ഒരു വീട് മേടിച്ച പോകാൻ അതോ ഞാൻ അവിടെ തലപിടിച്ച് വീടേ. നമ്മുടെ ബാഗൊക്കെ മറ്റേത് നമ്മൾ ഒരു ബാഗിക്ക് 2-3 വാങ്ങിയിട്ടുണ്ട്. കുറേ ഐറ്റങ്ങൾ വാങ്ങി. ഇത് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഈ RGS മോഡ് ഉപയോഗിച്ച് നമുക്ക് ഫാനൊക്കെ ഓണാക്കാൻ പറ്റും. AC ഒക്കെ നമ്മൾ വെറുതെ ഓണാക്കിയിട്ടൊക്കെയാണ്. നിങ്ങൾക്ക് നമ്മൾ പിന്നെ കുറേ വെപ്പൺസ് വാങ്ങിയിട്ടുണ്ട്. വെപ്പൺ ഷൂട്ട് ചെയ്യാനുള്ള നമ്മുടെ ഇത് നമ്മൾ വെപ്പൺ ഷൂട്ട് ചെയ്യാനാണ്. കറക്റ്റ് കണ്ടോ, ഇത് വെപ്പൺ ഷൂട്ട് ചെയ്യാനുള്ള. പിന്നെ RPG വിട്ടാൽ പോലും ഒന്നും പറ്റത്തില്ല. പിന്നെ നമ്മുടെ AK, പിന്നെ സ്കോപ്പ് ഉപയോഗിച്ച് ഞാൻ കാണിച്ച AC നമ്മൾ 18 ഇട്ടേക്കുന്നത് കണ്ടു. നമ്മുടെ AC കണ്ടു സടുക്കുന്നു. എൻ്റെ കൂടെ ഫാനും. പിന്നെ നമ്മുടെ സ്റ്റിക്കി ബോംബ്. ഈ ഒരു വീട് ഫുള്ളായിട്ട് നമ്മുടെ ഈ ഒരു ബോംബ് പ്രൂഫും വെപ്പൺ പ്രൂഫും ബുള്ളറ്റ് പ്രൂഫ്, വെപ്പൺ പ്രൂഫ് അല്ല ബുള്ളറ്റ് പ്രൂഫൊക്കെയാണ്. കണ്ടോ, ഒന്നും സംഭവിക്കില്ല നമ്മുടെ ബോംബ് പൊട്ടിയാലും. ഞാൻ മുകളിലോട്ട് ഇതുവരെയും പോയി നോക്കിയില്ലേ. നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. ഓക്കെ, ചേട്ടാ ഇത് നോക്കണേ, ഇത് ജിമ്മാ. മോള് ഫുള്ള് ജിമ്മോ? അല്ല, നമുക്കെന്തിനാണ് ഈ ജിമ്മൊക്കെ? ഓക്കെ, എനിക്ക് അറിയത്തില്ല ഇത് എന്തിനാണ്. ഇപ്പം നമ്മുടെ വീട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. വീടെങ്ങനെ ഉണ്ടെന്ന്. പിന്നെ അത് ഇവിടെയും കാര്യങ്ങളിലൊക്കെ RGB ഉണ്ട്. പക്ഷെ അപ്പുറത്തില്ല. കുടുങ്ങി. എന്താണിത്? ഡാൻസ് കളിക്കാം. നമ്മൾ ഡാൻസ് കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ ബൈ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്താൽ, സബ്സ്ക്രൈബും ബെൽ ബട്ടണും ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇൻസ്റ്റാഗ്രാം ഫോളോ